ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇപ്പോൾ കുറച്ച് അനാലിസിസ് ഒക്കെ നടത്തി നിങ്ങളുടെ മുന്നിൽ ഒരു ഒരു ടോക്കായിട്ട്, അതായത് കീമുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും ഞങ്ങളുടെ മുന്നിൽ കീം പ്രഡിക്ഷൻസ്, റാങ്ക് ലിസ്റ്റ് പ്രഡിക്ഷൻസിന് വേണ്ടി വന്നിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇൻപുട്സുകൾ കൊടുക്കാൻ പറ്റി, പല ടൂളുകളും പരിചയപ്പെടുത്താൻ പറ്റി. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങളുടെ കമന്റുകൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും ഉത്തരങ്ങൾ നൽകാൻ പറ്റി. അപ്പോൾ സ്റ്റിൽ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്തത് അത് CBSE ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി ഉയർന്ന റാങ്കാണ്. പക്ഷെ ആക്ച്വൽ റിസൾട്ട് വന്നപ്പോൾ വളരെ കുറഞ്ഞ റാങ്ക് ആയിപ്പോയി. ചിലർ കമന്റ് ചെയ്യണ്ടായി, സർ ഞാൻ 8000-നകത്തൊക്കെ റാങ്ക് പ്രതീക്ഷിച്ചത്, പക്ഷേ വന്നപ്പോൾ 20,000 ആയി. 20,000-നകത്ത് റാങ്ക് പ്രതീക്ഷിച്ചവർക്ക് വന്നപ്പോൾ അത് 45,000 ആയി. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഡിഫറൻസ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ടുള്ള 3 കാരണങ്ങളാണ് അത് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഒന്നാമത്തേത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും എന്താണ്. നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡൈസേഷനിൽ അവസാന സമയത്ത് വന്ന ഒരു വ്യത്യാസം, TN മോഡൽ ആക്കിയപ്പോൾ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ മാർക്കിനെ റെഫറൻസ് ആക്കി വെച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, CBSE ആയാലും സ്റ്റേറ്റ് ആയാലും ഫുൾ മാർക്ക് കിട്ടിയ ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വെച്ചെടുക്കുന്നത് ഒരു അൺഫെയർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി എന്താണ് ചെയ്തത്? കീം ഒരു സ്റ്റാൻഡേർഡ് പെർസെൻറ്റേജ് സ്കോർ വന്നു, PCM നിങ്ങൾ തന്നെ കണക്കാക്കി അല്ലേ, 360-ലാക്കിയിട്ട് അതിനെ 300-ലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വെയിറ്റേജ് മാറിയത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. കാരണം നിങ്ങളിപ്പോൾ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാത്തിൻ്റെയും മാർക്ക് ഡയറക്റ്റ് അങ്ങ് കൂട്ടിയാണ് നിങ്ങൾ PCM സ്കോർ കണ്ടുപിടിച്ചത്. അതാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. നിങ്ങൾ പല ടൂളുകളിലും ഇട്ട് നോക്കി റാങ്ക് പ്രഡിക്ഷൻ കൊടുത്തത്. പക്ഷേ ആ PCM ആണ് ഇവർ മാറ്റിമറിച്ചത്. ഈ സ്റ്റാൻഡേർഡൈസേഷൻ മാറിയത് വെയിറ്റേജ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ 1:1:1 എന്ന് പറയുന്ന വെയിറ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ മാത്സ് മാർക്കിനെ മാത്രം 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, 5:2. അതുപോലെ ഫിസിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു, കെമിസ്ട്രി മാർക്ക് അതുപോലെ എടുക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഇതിന്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന PCM സ്കോർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെ മാറുമെന്ന് വെച്ചാൽ, ഒരു കുട്ടി ഫിസിക്സിന് വളരെ കുറഞ്ഞ മാർക്കും മാത്സിന് വളരെ കൂടിയ മാർക്കും ഉണ്ട്. ഓക്കെ, വേറൊരു കുട്ടി കെമിസ്ട്രിക്കും ഫിസിക്സിനും നല്ല മാർക്കുണ്ട്, മാത്സിന് വളരെ കുറഞ്ഞ മാർക്കാണ്. സോ PCM വരുമ്പോൾ 5 വെയിറ്റേജ് എന്തിനാണുള്ളത്? മാത്സിനാണുള്ളത്. സോ ഈ കുട്ടിയുടെ PCM മാർക്കായിരിക്കും വളരെ കൂടുതൽ, കാരണം ബിക്കോസ് ഓഫ് വെയിറ്റേജ് ഇൻ മാത്സ്. സോ ഈ രീതിയിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ കാൽക്കുലേഷൻസ് അവസാന സമയത്ത് എന്തായി? നിങ്ങളുടെ റാങ്ക് പ്രഡിക്ഷൻസിൽ വലിയ വ്യത്യാസം വന്നു. ഇനി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ടോപ്പർ മാർക്കിന്റെ ആവറേജ് തന്നെ എടുക്കുമ്പം പല കുട്ടികളും ആവറേജ് ആയിട്ട് നിന്നുള്ള പല കുട്ടികളും മുകളിലോട്ട് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മൾ വിചാരിക്കും എല്ലാവർക്കും റാങ്ക് കുറഞ്ഞോ? ഇല്ല, എല്ലാവർക്കും റാങ്ക് കുറഞ്ഞിട്ടില്ല. അനുഭവമുള്ളവർ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടിയതിൽ CBSE പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല, മറിച്ച് സ്റ്റേറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും ടോപ്പിൽ കിട്ടിയതിൽ പലരും. അപ്പോൾ സാധാരണ ഒരു ആവറേജ്, എബോ ആവറേജ് നിന്നവർക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ പണി കിട്ടിയത് ഇത്തരത്തിൽ നല്ല വൃത്തെ പഠിച്ചു പോയ ചിലർക്ക് പണി കിട്ടിയിട്ടുണ്ട്, പിന്നെ വളരെ ഉഴപ്പി നിന്നവർക്ക് വളരെയധികം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാം. അതിൻ്റെ ഏറ്റവും വലിയ തുടക്ക കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ മാറ്റിയത്. കാരണം നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ 3 വിഷയങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് സ്കോർ വരുന്നത്. പക്ഷെ അവസാന സമയത്ത് ഗെയിമിലില്ലാത്ത ഒരു ചേഞ്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വന്ന പ്രഡിക്ഷൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു റാങ്കിൽ വ്യത്യാസം വന്നു. ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കോടതി വിധികളൊക്കെ കാത്തിരിക്കണോ? ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമോ എന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ഉടനെ തരുന്നതാണ്. മാക്സിമം ഏറ്റവും പുതിയ വിവരങ്ങൾ തന്നെ അറിയാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരും. അപ്പോൾ തൽക്കാലം നിർത്തുന്നു.